സ്വർണ്ണ വ്യാപാരിയായ അരുൺ മാർക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അരുൺ മാർക്കോസ്, ഈ സംസ്ഥാനത്തെ സ്വർണ്ണ വിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. നിക്ഷേപകരെ സംബന്ധിച്ച് ഇതൊരു ആശങ്കയായിരുന്നു എങ്കിൽ പോലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരുന്നു നൽകിയത്. പക്ഷെ ഇന്നിപ്പോൾ ഈ ട്രംപിന്റെ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു, സമാധാന കരാർ വരാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ വീണ്ടും സ്വർണ്ണവില തിരിച്ചു കയറുകയാണ്. എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ട്രംപ് തൽക്കാലത്തേക്ക് ഒരു ദിവസത്തേക്ക് ഇന്നലെ രാത്രിയിൽ ഇതിനാണ് വെടിനിർത്തൽ പൂർണ്ണമായി പ്രഖ്യാപിച്ചത്. അതിനെ തുടർന്ന് ഉണ്ടായ ചലനങ്ങളാണ് മാർക്കറ്റിൽ പ്രതിഫലിക്കുന്നത്. അതുപോലെ തന്നെ യുഎസിന്റെ വൈസ് പ്രസിഡന്റ് വാൾസിന്റെ നേതൃത്വത്തിൽ ഒരു സമാധാന കരാർ ഉടമ്പടി ഉണ്ടായേക്കും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം ഫലപ്രദമായി ഇത് പൂർത്തീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരുറപ്പുമില്ല. കാരണം ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിലും ട്രംപ് പറഞ്ഞ വാക്കുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായുള്ള രീതിയിലാണ് പുള്ളിയുടെ പ്രവർത്തികൾ മുന്നോട്ട് വന്നിരുന്നത്. ട്രംപിന്റെ യഥാർത്ഥ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ച് കിട്ടാതെ ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിച്ച് ഇവിടുന്ന് പിൻവാങ്ങാനായിട്ട് യാതൊരു സാധ്യതയും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. ഇപ്പൊ നിലവിലുണ്ടായിരിക്കുന്ന സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് സ്വർണ്ണവില കൂടുന്ന ഒരു ട്രെൻഡ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു കൃത്യമായ ഒരു എഡ്ജ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധ്യയില്ല. കാരണം അദ്ദേഹം തീരുമാനങ്ങൾ ഏത് നിമിഷവും മാറ്റുന്ന, വാക്കിന് പ്രോപ്പറായിട്ടൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ബിസിനസ്മാനായ പ്രസിഡന്റാണ്. ഒരു ആളുകളുടെ ജനാധിപത്യ മൂല്യങ്ങൾക്കൊന്നും പ്രത്യേകമായി ഒരു വിലയും കൽപ്പിക്കാത്ത അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ എന്താണെങ്കിലും മാർക്കറ്റിനെ വലിയ തോതിൽ ആഗോളതലത്തിൽ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലാണ് പോകുന്നത്. ഇപ്പോഴത്തെ ഈ സാഹചര്യം സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷകളൊക്കെ നൽകുന്നുണ്ട്. സ്വർണ്ണവില വീണ്ടും കൂടുതൽ ട്രെൻഡ് കാണിച്ചാൽ സ്വർണം വാങ്ങാനായിട്ട് ഇപ്പോൾ ഉടനെ വരേണ്ട വില കുത്തനെ താഴേക്ക് പതിക്കും എന്നുള്ള തലത്തിൽ വിചാരിച്ചിരിക്കുന്ന ആളുകൾ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്താൻ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ആ സാധ്യതയും ആളുകൾ ഈ മാർക്കറ്റുകളൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഠിക്കുന്നത് കൊണ്ട് അവരും ഇതുപോലെ തന്നെ ഉള്ള ആശങ്കകൾ മനസ്സിലാക്കിയായിരിക്കും അവർ നിൽക്കുക. അതുപോലെ തന്നെ സ്വർണം വിൽക്കാനുള്ള ആളുകൾ എത്തുന്നതിന് വീണ്ടും അടിക്കുന്ന സ്ഥിതിയുണ്ട്. കാരണം വീണ്ടും ഇതിന്റെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ ആളുകളുടെ പ്രതീക്ഷ വർദ്ധിക്കും. ഈ വീണ്ടും വില വർദ്ധിക്കും. ഇപ്പോ യുദ്ധം അവസാനിക്കാൻ പോവുകയല്ലേ, അപ്പോൾ വീണ്ടും സ്വർണം വർദ്ധിക്കാനുള്ള സാധ്യതകൾ മുന്നിലുണ്ട് എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് സ്വർണം വിൽക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ വീണ്ടും അവരുടെ ഇത് മാറ്റിവെക്കുന്ന തരത്തിലേക്ക് പോകും. അത് സ്വർണ്ണ വ്യാപാരത്തെ അത്തരത്തിലുള്ള ഇതിനെ ബാധിക്കുകയും ദോഷകരമായി ബാധിക്കുകയും. അതുകൊണ്ട് ഇത് വിപണിയെ ഏത് തരത്തിൽ ഇതിന്റെ ഒരു പ്രതിഫലനം, ഇന്നലത്തെ ഒരു പ്രസ്താവനയുടെ പ്രതിഫലനം ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വിവരം പറയാൻ സാധിക്കില്ല. അതൊരു ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് എങ്ങനെ ഏത് തരത്തിലേക്ക് ഇത് മാറും, കൃത്യമായി ഇതൊരു യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലൊരു കരാറിലേക്ക് ഇത് എത്തുമോ, അതോ വീണ്ടും പറഞ്ഞ വാക്കുകൾ പാലിക്കാതെ ആക്രമണം ഈ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും നിൽക്കുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തത വരാനുണ്ട്. ആ വ്യക്തത വരുന്നതിന്റെ മുറയ്ക്ക് മാത്രമേ വിപണിയിൽ കൃത്യമായ ഒരു ഉണർവുണ്ടാവൂ. ഇല്ലെങ്കിൽ ഇത് ചാഞ്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഉണ്ടായിരുന്ന ബിസിനസ് കൂടി ഇല്ലാതാവുന്ന തരത്തിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ 1,06,000 രൂപയിലേക്കൊക്കെ കഴിഞ്ഞ ദിവസം സ്വർണത്തിന്റെ വില എത്തിയിരുന്നു. കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു വിലയിടിവിലേക്ക് സ്വർണം എത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ സ്വർണം പ്രീ ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണത്തിലൊക്കെ ഒരു വർധന വന്നിട്ടുണ്ടോ? വൻകിടക്കാരായ ജ്വല്ലറികൾ ഈ പ്രീ ബുക്കിംഗ് കൂടുതലായി ചെയ്തുകൊണ്ടിരുന്നത് അവർ പോലും, പക്ഷെ ഈ വില സ്ഥിരത ഇല്ലാതായതോടുകൂടി പ്രീ ബുക്കിംഗ് പൂർണ്ണമായും നിർത്തുകയല്ല, ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം പല ആളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം പെട്ടെന്നുണ്ടാകുന്ന ഈ ചാഞ്ചാട്ടങ്ങൾ ഈ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന ജ്വല്ലറികൾക്ക് സ്വർണം കൊടുക്കുന്ന സമയത്ത് ഉണ്ടായേക്കാവുന്ന നഷ്ടങ്ങളൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് ഒരു പരിധി വരെ ഇതിനൊരു പ്രീ ബുക്കിങ്ങിന് ഒരു തടവ് കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രീ ബുക്കിങ് മനഃപൂർവ്വമോ അല്ലാതെ ഇത് ഒഴിവാക്കുന്ന തരത്തിലൊക്കെ വ്യാപാരികൾ പോയിരുന്നു. പക്ഷെ ബിസിനസ് ഇല്ലാതെ വരുമ്പോ എന്തെങ്കിലും മാർഗത്തിൽ ബിസിനസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പ്രീ ബുക്കിംഗ് പോലുള്ള ഇത് വീണ്ടും ആരംഭിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് പ്രശ്നം ഒരു പരിധി വരെ കുറെ ആളുകൾ പ്രീ ബുക്കിംഗ് ചെയ്യുന്നതിനായിട്ടൊക്കെ എത്തുന്നുണ്ട്. പക്ഷെ എന്നാൽ തന്നെ നേരത്തെ
ഉണ്ടായിരുന്ന തരത്തിലേക്ക് ബിസിനസ്സുകൾ എന്താണെങ്കിലും ഈ ഒരു മാറ്റം കൊണ്ട് പ്രത്യേകിച്ച് പ്രീ ബുക്കിംഗ് കൂടുതലൊന്നും ഉണ്ടാവില്ല. നിലവിലുള്ള പ്രീ ബുക്കിങ്ങുകളല്ലേ പ്രോപ്പറായിട്ട് ഉള്ള രീതിയിൽ കുറഞ്ഞ രീതിയിലേ നടക്കുകയുള്ളൂ. ബിസിനസ് സ്റ്റേബിൾ ആവാനൊരു സാധ്യത നിലവിൽ കാണുന്നില്ല. വളരെയധികം നന്ദി ശ്രീ അരുൺ മാർക്കോസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.